ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛനും മോനും കൂടി മരണഭയം കൊണ്ട് ഓടിപ്പോയതാണ് വിക്രവും വേദയെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക. സെൽഫോൺ അടക്കം അവരൊന്നും കൊണ്ടുപോയിട്ടില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, എവിടെയാണെങ്കിലും നമുക്ക് പൊക്കാം എന്നും പറഞ്ഞ് ഇവർ ഇരിക്കുന്നു. അപ്പോഴത്തേക്കും വർഷ ചായയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. ചായ ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്തു. രണ്ടുപേരും ഇങ്ങനെ കള്ള ലക്ഷണമായിട്ടിരിക്കുന്നത് വർഷയ്ക്ക് മനസ്സിലായി. അതങ്ങ് കഴിഞ്ഞു. പിന്നെ രാത്രി കുറേ സമയം കഴിഞ്ഞതിന് ശേഷം രാജേട്ടനെയും അതുപോലെ ജോസഫിനെയും സജീവൻ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരും. അവരെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി. അങ്ങനെ വീടും ഇതെല്ലാം നോക്കി ഇവരിങ്ങനെ ഇരിക്കും കേട്ടോ. വേദന സഹിക്കാൻ മേലെ ഇവർക്ക് രണ്ടുപേർക്കും. ആ സമയത്ത് എല്ലാം മേടിച്ച സാധനങ്ങളൊക്കെ അകത്തുകൊണ്ട് വെച്ചു. അപ്പം നിങ്ങളിങ്ങനെ ഉപദ്രവിക്കാമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഒന്ന് സജീവൻ ഇങ്ങനെ നേരം പറയാം, കാല് വയ്യാത്ത ആളാണെന്നുള്ളൊരു പരിഗണന പോലും കൊടുത്തില്ല, നാറി എന്ന് പറയുമ്പം ശ്രീനി സാറ് ശരിക്കും അവനെ പൊക്കാനുള്ള ഒരു പരിപാടി തന്നെയാണെന്ന് പറയുമ്പം അതൊന്നും വേണ്ട സജീവേ, ഞാനതൊക്കെ സാറിനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞു രാജേട്ടൻ. അപ്പോൾ വഴിയിൽ അടി കൊണ്ട് വീണ് കിടന്ന് ഞങ്ങളെ സ്റ്റേഷനിൽ എത്തിച്ചു എന്നാണ് രേഖ. അങ്ങനൊരു മൊഴിയും ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു. പിന്നെ വെറുതെ വഴക്കുണ്ടാക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല എന്നും രാജേട്ടൻ പറയുക കേട്ടോ. എന്തായാലും വിക്രമൻ്റെ ഒരു കാര്യം അവർക്കറിയാൻ കഴിഞ്ഞില്ലല്ലോ, അതുമാത്രം മതിയെന്ന് പറഞ്ഞു. അവനെക്കുറിച്ചൊന്നും നിങ്ങൾ പേടിക്കണ്ട, അവൻ്റെയും വേദയുടെ കാര്യം ഞാൻ സേഫ് ആക്കിയിട്ടുണ്ടെന്ന് പറയുമ്പം എനിക്ക് അവനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അന്നേരം അതൊന്നും വേണ്ട രാജേട്ടാ, ഇപ്പോൾ അവനോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട എന്ന് പറയും. അവൻ ഹാപ്പി ആയിട്ട് ഒരിടത്ത് കഴിയുന്നുണ്ടല്ലോ. അങ്ങനെ സമാധാനിക്കാൻ സജീവൻ പറയുവാണ് ഇവരോട് രണ്ടുപേരോടും. നമ്മുടെ ഇടയിൽ നിന്ന് അങ്ങോട്ട് വിളിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നും പറഞ്ഞു. നിങ്ങളുടെ നമ്പറുകളൊക്കെ അവർ ചിലപ്പോൾ ട്രാക്ക് ചെയ്യുന്നുണ്ടാവുമെന്നും പറഞ്ഞു. എൻ്റെ അമ്മയുടെ പേരിലുള്ള സിമ്മാണ് അവൻ്റേത്, അവൻ ഇടയ്ക്ക് എന്നെ വിളിക്കും. അപ്പം ഞാൻ രാജേട്ടന് ഫോൺ തരാമെന്ന് പറഞ്ഞു. എന്നാൽ അത് മതി, ഇനിയിപ്പോൾ നമ്മളായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കണ്ടെന്ന് രാജേട്ടൻ പറഞ്ഞു. ഞാൻ നിങ്ങൾ അകത്ത് കയറ്റി ഇരുത്തിയിട്ട് പോകാമെന്ന് പറയുമ്പോൾ വേണ്ടെന്നേ, ഞങ്ങൾ ഇരുന്നോളാം, സാരമില്ല, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സജീവനെ പറഞ്ഞു വിട്ടിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ രാജേട്ടനാണെങ്കിൽ അനങ്ങാൻ പോലും പറ്റുന്നുമില്ല കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ വേദയും വിക്രത്തെയാണ് കാണിക്കുന്നത്. അപ്പം വിക്രം ഇങ്ങനെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ശരി ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് ഫോൺ എന്നിട്ട് കട്ട് ചെയ്തപ്പോഴത്തേക്കും വേദ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ആയിട്ട് ചെന്നു. തൊണ്ടയ്ക്ക് സുഖമില്ല, ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഈ മഞ്ഞത്തും ഒന്ന് നിൽക്കുകയാണോ എന്ന് വേദ അന്നേരം ചോദിച്ചു വിക്രത്തോട്. നല്ല തണുപ്പുണ്ടേ. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ആ സമയത്ത് അനിയൻകുട്ടൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ അനിയൻകുട്ടൻ അവിടെ കിടക്കുകയാണെന്ന് പറഞ്ഞു. ആരാ വിളിച്ചത്? വേറെ ആരും വിളിക്കാനാ, സജീവനാണ് വിളിച്ചതെന്ന് പറഞ്ഞു വിക്രം വേദയോട്. അവിടെ എന്നാ ഉണ്ട് വിശേഷമെന്ന് വേദ ചോദിക്കുമ്പം രാജേട്ടനെയും ജോസഫിനെയും പോലീസുകാരും നന്നായിട്ട് ഉപദ്രവിച്ചെന്നാണ് പറഞ്ഞതെന്ന കാര്യം പറഞ്ഞു. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുമില്ല, കേസ് ചാർജ് ചെയ്തിട്ടുമില്ല എന്നും പറഞ്ഞു. ഏതോ സ്ഥലത്ത് കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞതെന്ന കാര്യവും വിക്രം പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങളുടെ തന്നെ ഫാക്ടറിയിലോ ഗോഡൗണിലോ ഒക്കെ ആയിരിക്കുമെന്ന് വേദ പറയാം. അവർ പരസ്യമായി ഇറങ്ങി തുടങ്ങിയെന്ന് വേദ പറയുന്നു. ആ സിസ്റ്റം മുഴുവനും കൂടെ ഉള്ളപ്പോൾ എന്തോ ആവാലോ എന്നായിരിക്കും വിചാരിക്കുന്നതെന്ന കാര്യം പറഞ്ഞ് ശ്രീനി സാറിനെ ചെന്ന് കാണാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ അവരും ഒന്നിനും തയ്യാറാവില്ല, എന്ത് ചെയ്താലും പബ്ലിക് ഓഡിറ്റ് ഉണ്ടാകുമെന്ന് അറിയാമല്ലോ എന്ന് വേദ വിക്രത്തോട് പറയാം. നമുക്ക് ആകെയുള്ള പ്രതീക്ഷ അനിയൻകുട്ടനിലാണെന്നും അവൻ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ആയത് എന്ന് അറിഞ്ഞാൽ മതി, എല്ലാത്തിനുള്ള ഉത്തരം കിട്ടും നമുക്കെന്ന് വേദവിക്രത്തോട് പറയുന്നു. ഉറപ്പാണ്, അതിന് യാതൊരു സംശയമില്ല എന്നും. അങ്ങനെ അവർ ആ ഒരു പ്രതീക്ഷകളോടുകൂടി ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് നിൽക്കുമ്പോൾ ഞാൻ വീട്ടിലേക്കൊന്ന് വിളിച്ചാലോ എന്ന് വേദ ചോദിച്ചു. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു. അല്ല, ദീപ്തിയോട് കാര്യങ്ങൾ അന്വേഷിക്കാൻ പറയാമെന്ന് പറയുമ്പോൾ വേണ്ട, അത് കൂടുതൽ അപകടമാണെന്ന് വിക്രം പറഞ്ഞു വേദയോട്. നിൻ്റെ വീട്ടുകാരുടെ നമ്പറൊക്കെ ചിലപ്പം വാച്ച് ലിസ്റ്റിൽ ഉണ്ടാവുമെന്നും പതിവില്ലാതെ ഒരു നമ്പറിൽ നിന്ന് കോള് വന്നാൽ അത് അന്വേഷിക്കാനുള്ള സാധ്യതകളും ഉണ്ടെന്ന് പറഞ്ഞു. സജീവൻ അവൻ്റെ അമ്മയുടെ പേരിലെടുത്ത നമ്പർ ആയതുകൊണ്ട് ഇത് സേഫ് ആണെന്നും പിന്നെ കാര്യങ്ങളെല്ലാം സജീവ് അറിയിച്ചോളൂ എന്നുള്ള കാര്യവും പറയൂ കേട്ടോ. അങ്ങനെ വേദയും വിക്രവും കൂടെ സംസാരിച്ചപ്പം ശരിയെന്ന് പറഞ്ഞു. അതെ, പുറത്തൊന്നും മഞ്ഞ് കൊള്ളണ്ട, അകത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ വിക്രത്തെയും കൂട്ടി വേദ അകത്തേക്ക് പോയി. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന വേദയുടെ അച്ഛനിങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ അമ്മ അങ്ങോട്ടേക്ക് ചെന്നു. എന്താ ആലോചിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. കുറേ നേരമായല്ലോ ഇങ്ങനെ ഒരേ ഇരിപ്പ് തുടങ്ങിയിട്ട്, എന്താ പറ്റിയതെന്ന് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ അവനെക്കുറിച്ച് തന്നെ ആലോചിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അമ്മ ഇങ്ങനെ നോക്കുക, ആരെക്കുറിച്ച് എന്നുള്ളത്. അപ്പോൾ ഇത്രയും വിഷു ഉള്ളിൽ വെച്ചുകൊണ്ടാണല്ലോ അവൻ നമുക്കിടയിൽ കഴിഞ്ഞത് എന്ന് ഓർക്കുമ്പോൾ ശരിയാ, ഇവിടെ നിങ്ങളോട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും എന്തൊരു വിനയമായിരുന്നു അവനെന്ന് അമ്മ ചോദിച്ചു. ഒരു കണക്കിന് അവൻ ഇങ്ങനെ ആയതിൽ എനിക്കും പങ്കുണ്ട് പത്മു എന്ന് അച്ഛൻ പറയുന്നു. വിക്രമിൽ നിന്ന് വേദയെ പിരിച്ചു കൊണ്ടുവരാൻ ഏതറ്റം വരെയും പോകാൻ അവനെ നിർബന്ധിച്ചത് ഞാനാണെന്ന് അച്ഛൻ പറയുക. പക്ഷേ അത് മുമ്പായിരുന്നില്ലേന്ന് അമ്മ ചോദിച്ചു. അതിനുശേഷം നിങ്ങളുടെ മനസ്സ് മാറിയെന്ന് അവനറിയാവുന്ന കാര്യമല്ലേ എന്നും ചോദിച്ചു. അതറിഞ്ഞപ്പോഴാണ്
അവൻ്റെ റിയൽ ക്യാരക്ടർ പുറത്തു വന്നതെന്ന കാര്യം അച്ഛൻ പറഞ്ഞു. വേദയ്ക്കും വിക്രമിനുമെതിരെ ഓരോന്നിനിറങ്ങി പുറപ്പെടുമ്പോഴൊക്കെ അതൊന്നും വേണ്ട എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ, നിങ്ങൾ ആരും അത് കേട്ടില്ലല്ലോ, ഇപ്പോൾ വന്നത് കണ്ടില്ലേ, ഇനിയെങ്കിലും ശങ്കരേട്ടൻ ഞാൻ പറയുന്നതൊന്ന് കേൾക്കാനുള്ള മനസ്സ് കാണിക്കാൻ പറയുന്നു അമ്മ. സ്ഥാപനങ്ങളെല്ലാം നിങ്ങളുടെ അച്ഛൻ വേദയുടെ പേർക്ക് എഴുതിയപ്പോൾ അത് നോക്കി നടത്താൻ ശങ്കരേട്ടൻ ശ്രീകാന്തിനെയല്ലേ എല്ലാം ഏൽപ്പിച്ചിരുന്നത്, അതിൽ നിന്ന് അവനോട് മാറിത്തരാൻ പറയാനായിട്ട് പറയുന്നു. അന്നേരം വേദ പഠനവും കാര്യങ്ങളുമായി തിരക്കിലായതുകൊണ്ട് ഒരു താൽക്കാലിക ഇടപാട്, അതിലപ്പുറം ഒന്നും ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അവനത് കണ്ടത് അങ്ങനെയല്ലല്ലോ ശങ്കരേട്ടാ. അപ്പോൾ ഇതിൽ ചന്ദ്രശേഖരനും വലിയ പങ്കുണ്ട്. ദർശനെ കൊണ്ട് വേദയെ കല്യാണം കഴിപ്പിക്കാൻ ചന്ദ്രശേഖരനായിരുന്നു ഏറ്റവും കൂടുതൽ തിടുക്കമെന്നും ഇപ്പോഴും അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായതെന്നും അച്ഛൻ പറയുവാണ്. അങ്ങനെ സ്വത്തുക്കൾ മുഴുവൻ വിക്രത്തിൻ്റെയും വേദയ്ക്കും പേരിലുള്ളത് എല്ലാം തിരിച്ചെടുക്കാൻ അച്ഛനും അമ്മയും തീരുമാനിക്കുക, ശ്രീകാന്ത് പെരുവഴിയിലാകാനും. അപ്പോൾ അവരുടെ വീട്ടിലെത്തിയാൽ കമ്പനികളുടെ മുഴുവനും നിയന്ത്രണം അയാളുടെ കൈകളിലേ എത്തിച്ചേരും. പിന്തുടർച്ച അവകാശം വേദയുടെ മക്കൾക്ക് ആയതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ അയാളുടെ കുടുംബത്തിൽ തന്നെ പിറന്നവരാകണം. അതാണ് അയാൾ ചിന്തിക്കുന്നത്. വേദ മറ്റൊരാളെ വിവാഹം ചെയ്തിട്ടും വീണ്ടും വീണ്ടും ദർശനു വേണ്ടി അയാൾ വിവാഹം ആലോചിച്ചു വന്നതിൻ്റെ കാരണവും അതായിരുന്നു എന്ന് അച്ഛൻ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാതെ ഈ അടുത്ത കാലത്ത് പോലും ഞാൻ വേദയുമായി ദർശനു വേണ്ടി സംസാരിച്ചു, കഷ്ടമായിപ്പോയെന്ന് അച്ഛനിരുന്ന് പറയുകയാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ കെട്ടിപ്പോക്കിയ ബിസിനസ് സാമ്രാജ്യം ചുളിവിൽ അവൻ്റേതാക്കി മാറ്റാനുള്ള ഒരു ലക്ഷ്യമാണ് അവൻ കാണിക്കുന്നതെന്നുള്ള കാര്യം പറയുമ്പം ശങ്കരേട്ടൻ അങ്ങനെ ഒരു സംശയമുണ്ടെന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയില്ല. അറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ ആദ്യമേ ശ്രീകാന്തിനെ കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടേനെ എന്ന് പത്മം പറയാം. അപ്പോൾ അവൻ പറഞ്ഞത് കേട്ടില്ലേ, ഇനി ആ സ്ഥാപനങ്ങളെ അവൻ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ നിയമപരമായി അത് നടക്കില്ല എന്ന് അവൻ അറിഞ്ഞൂടെ എന്ന് ചോദിച്ചു. അതിന് അവൻ്റെ വഴി നേരിൻ്റെയും നിയമത്തിൻ്റെയും ഒന്നും വഴിയല്ലല്ലോ എന്ന് അച്ഛൻ അമ്മയോട് പറയാം. ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് പത്മം, അത് നടപ്പിലാക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഈ ജോലി ഭാരത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് എന്ന് അച്ഛൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ VRS എടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും പത്മ ഒന്ന് ഞെട്ടി. ഫാക്ടറിയുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും മേൽനോട്ടം ഇനി മുതൽ ഞാൻ ഏറ്റെടുക്കുകയാണെന്ന് പറയുമ്പം അത് നന്നായെന്ന് പത്മം പറയുക അച്ഛനോട്. എന്നിട്ട് അച്ഛൻ്റെ അരികിൽ ചെന്നങ്ങിരുന്നു. രണ്ടുപേരും പുത്തൻ തീരുമാനങ്ങൾ എടുത്തപ്പോൾ ഈ ഒരു ചിന്ത ആദ്യമേ തന്നെ എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. വേദ ഒരു പക്ഷേ ഇതൊക്കെ വേണ്ടെന്ന് പറഞ്ഞേക്കും, പക്ഷെ അവളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എനിക്കത് കാത്തു വെച്ചേ പറ്റുമെന്ന് അച്ഛൻ പറയുന്നു. ഈ ഒരു കാര്യം തൽക്കാലം ആരും അറിയരുത് കേട്ടല്ലോ എന്ന് അച്ഛൻ അമ്മയ്ക്ക് താക്കീതും കൊടുത്തു. ശരിയെന്നും പറഞ്ഞു. ശ്രീകാന്തിൻ്റെ കാര്യം കട്ടപ്പോകാം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വിക്രവും വേദയും അവരെ കാണിക്കുന്നത്. വിക്രാന്ത് ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അകത്ത് അനിയൻകുട്ടൻ കിടക്കല്ലേ എന്ന് ചോദിച്ചേ. അതിനെന്താ, അനിയൻകുട്ടൻ മുറിയിലല്ലേ കിടക്കുന്നതെന്ന് വേദ ചോദിച്ചു. അപ്പോൾ വിക്രം ഇങ്ങനെ വേദയെ നോക്കുവാണ്. അപ്പോൾ ദേ ഇവിടെ വന്ന് ഇരിക്കും, നമുക്കിവിടെ കൂടാം എന്ന് വിക്രം വേദയോട് പറയുമ്പോൾ പുറത്തോ, അതും ഈ കട്ടിലോ. അപ്പോൾ ഈ കട്ടിലിന് ഇപ്പോൾ എന്താ ഒരു കുഴപ്പം? ഇതിലേ ഒരാൾക്ക് കിടക്കാൻ തന്നെ സ്ഥലം തികയില്ല എന്നും പിന്നല്ലേ രണ്ടുപേര് കിടക്കുന്നതെന്ന് വേദ പറഞ്ഞു. ഞാനകത്ത് ഹോളിൽ കിടന്നോളാമെന്നും പറഞ്ഞു. അപ്പോൾ ഒരുമയുണ്ടെങ്കിലേ ഒലക്കയിലും കിടക്കാമെന്നാ കേട്ടിട്ടില്ലേ? എന്നാലേ ഞാനൊരു ഒലക്കെടുത്തോണ്ട് തരട്ടെ, ഒന്ന് കിടന്ന് കാണിക്കാമോ എന്ന് വേദ. കാര്യങ്ങൾ അങ്ങനെ വേഡ് ബൈ വേഡായിട്ട് എടുക്കരുത്, ആശയം മനസ്സിലാക്കണം. പണ്ട് സ്കൂളിൽ മലയാളത്തിൽ പഠിച്ചിട്ടില്ലേ, സന്ദർഭം മനസ്സിലാക്കി സ്വാരസ്യം വിശദമാക്കുക എന്നുള്ളത് ഇല്ലേന്ന് ചോദിച്ചു വിക്രമാദിത്യൻ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പം വേദാളത്തിന് എന്താ മനസ്സിലായില്ലേന്ന് ചോദിച്ചു. അപ്പം ഇല്ല എന്ന് പറഞ്ഞു വേദ. അതായത് ഉത്തമേ, ഒന്നിച്ചുള്ള ജീവിതത്തിൻ്റെ സ്വാരസ്യം മനസ്സിലാക്കാൻ ഞാൻ പുറത്തും നീ അകത്തുമായിട്ട് കിടക്കുന്നത് ശരിയല്ല എന്ന് വിക്രം പറയാം. ഒരു സ്ഥലത്ത് ഒന്നിച്ച് കിടക്കണം, അത് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉത്തമ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി, അത്ര സ്വാരസ്യം മനസ്സിലാക്കാനേ തൽക്കാലം സൗകര്യമില്ല എന്ന് വേദ വിക്രത്തോട് പറയുമ്പോൾ വിക്രം ഒരു കള്ള ചിരിയും ചിരിച്ചിങ്ങനെ ഇരിക്കുക. വിക്രമോനെ പുറത്ത് ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങിയാൽ മതി. അയ്യോ, എനിക്കൊരു ദുരുദ്ദേശവും ഇല്ല. അല്ല, ചുമ്മാ വർത്തമാനം പറഞ്ഞ് കിടക്കാമല്ലോ എന്ന് കരുതി, അത്രേ ഉള്ളൂ. എന്നാൽ പിന്നെ ഞാനൊരു പായ എടുത്തുകൊണ്ട് വന്ന് താഴെ വിരിക്കാം. എന്താ, ഭർത്താവിനെ കട്ടിൽ സുഖശീലത്തെ അനുവദിച്ച് തറയിൽ കിടക്കുന്ന കുലസ്ത്രീ വേതാളമാവാനായിരിക്കും അല്ലേ എന്ന് വേദയോട് വിക്രം ചോദിച്ചപ്പോൾ വേദ ഒന്ന് ചിരിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ തറയിൽ കിടന്നോളാം, ഭവതി കട്ടിലിൽ തന്നെ കിടന്നോളൂ. ശരി, അല്ലെങ്കിലും ഇയാളാണല്ലോ തറ. അതെ, ഞാൻ തറ തന്നെയാണ്. നിന്റെ മുന്നിൽ അത് സമ്മതിക്കാൻ എനിക്ക് ഒരു മടിയും ഇല്ല എന്നും വേദയോട്. അങ്ങനെ ഒരു തറയെ തേടി വന്നതും നീ തന്നെയാണല്ലോ എന്ന് വേദയോട് വിക്രം പറയുമ്പോൾ പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് വിക്രത്തിൻ്റെ അടുത്ത് എന്നങ്ങ് ഇരുന്നു.
അന്നേരം വിക്രം ഇങ്ങനെ വേദയെ നോക്കുന്നു, വേദ ഇങ്ങനെ വിക്രത്തെ നോക്കുന്നു, രണ്ടുപേരും ഒരു ചിരി. മോനെന്താ ഒരു വഴക്കുണ്ടാക്കാനുള്ള മൂഡിലാണോ എന്ന് വേദ ചോദിക്കുമ്പോൾ, അല്ലാണ്ട് പിന്നെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ വിളിച്ചാലും മനുഷ്യനെ തെറ്റിദ്ധരിക്കുക എന്നൊക്കെ വെച്ചാൽ ആർക്കാരും ദേഷ്യം വരില്ല, അതൊക്കെ മോശമല്ലേ എന്ന് വിക്രം വേദയോട് ചോദിച്ചു. ഇനിയിപ്പോൾ എന്നോട് അനിയൻകുട്ടൻ്റെ കൂടെ ആ മുറിയിൽ പോയി കിടക്കാൻ പറയലെന്നൊക്കെ ആര് കണ്ടു എന്നൊക്കെ വേദ ഇങ്ങനെ വേദയോട് വിക്രം പറഞ്ഞപ്പോൾ വേദ ഇരുന്ന് ഭയങ്കര ചിരി. എന്താ വേദാളം ചിരിക്കുന്നതെന്ന് വിക്രം ചോദിച്ചു. അല്ല ഒരു മാറ്റമേ, അത് ഓർത്ത് ചിരിച്ചു പോയതാ. പറഞ്ഞ രണ്ടാമത്തെ വാക്കിനെ തല്ലാൻ നടന്നിരുന്ന ആളാ. ഇപ്പം ശരിക്കും ഒരു പൂച്ചക്കുട്ടിയായി എന്ന് വേദ വിക്രത്തോട് പറയുമ്പം നിൻ്റെ അടുത്ത് ഞാനെന്തിനാടി എൻ്റെ ചട്ടമ്പിത്തരം കാണിക്കുന്നതെന്ന് വിക്രം ചോദിച്ചു. അങ്ങനെ അതും പറഞ്ഞ്, നീ പറഞ്ഞതുപോലെ എനിക്കിഷ്ടമേ നിന്നോട് കൂടി ഇങ്ങനെ ചേർന്നിരിക്കാനാണെന്നും പറഞ്ഞ് വേദയുടെ തോളത്തേക്ക് അങ്ങ് കിടന്നു. നിൻ്റെ തലോടലേറ്റ് കുറുകിയിരിക്കുന്ന ഒരു പൂച്ചക്കുട്ടിയെ പോലെ എന്നൊക്കെ പറഞ്ഞപ്പം ഇരിക്കുന്നൊക്കെ കൊള്ളാം, പക്ഷെ കണ്ടം പൂച്ചയുടെ സ്വഭാവം എടുത്ത നല്ല കിഴുക്ക് വെച്ചായിരുന്നു ഞാനെന്ന് വേദ വിക്രത്തോട് പറയുന്നു. വിക്രം അന്നേരം വേദ ഇങ്ങനെ നോക്കുവാട്ടോ. എന്നും പറഞ്ഞു. അപ്പോൾ ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ? ചോദിച്ചോളാൻ പറഞ്ഞു. എൻ്റെ ജീവിതത്തിലേക്ക് നീ വന്നിട്ട് എന്ത് നേട്ടമാണ് നിനക്കുണ്ടായതെന്ന് വിക്രം വേദയോട് ചോദിക്കുക. നഷ്ടങ്ങളാണെങ്കിലോ ഒരുപാട് നിനക്കുണ്ടാവുകയും ചെയ്തു. അപ്പോഴത്തേക്കും വേദ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ശരിയല്ലേ ഞാൻ പറഞ്ഞതെന്ന് വിക്രം ചോദിക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരം ഞാൻ പറയണമെന്ന് ചോദിച്ചു വേദ. പറയണം, കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അന്നേരം ഞാൻ പറയാമെന്ന് പറഞ്ഞു കേട്ടോ. അതിനു മുൻപേ നമുക്കൊന്ന് നടക്കാൻ പോയാലോ എന്ന് ചോദിച്ചു. ഈ രാത്രിയിലോ? ഇപ്പോഴോ? അതിനിപ്പോൾ എന്താ? അതെന്താ എൻ്റെ കൂടെ നടക്കാൻ വന്നാൽ? രാത്രിയിലല്ലേ ശരിക്കും നമ്മൾ നടക്കാൻ പോവേണ്ടതെന്ന് ചോദിച്ചു. ആണോ? ആകാശം നിറയെ നക്ഷത്രങ്ങൾ, നേർത്ത നിലവെളിച്ചം, മലകൾ, മഞ്ഞ്, കുളിര്, ഇപ്പോഴല്ലേ നമ്മൾ നടക്കേണ്ടത്. ഹയർ ഏജിൻ്റെ ഭംഗി രാത്രിയിലെ ശരിക്കും അറിയേണ്ടത്. പോയാലോ? ഞാൻ റെഡി എന്ന് പറയാം. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു കമ്പിളിപ്പതൊക്കെ എടുത്ത് പുതച്ച് ഇങ്ങനെ ആ ഒരു തേയിലത്തോട്ടത്തിലൂടെ ഇങ്ങനെ നടക്കും കേട്ടോ. ഒരു നല്ല പ്രണയ ഗാനമൊക്കെ ആയിട്ട് അതിനകത്ത് ആ പാട്ടിലൂടെ ഇവരിങ്ങനെ കെട്ടിപ്പിടിച്ചും ഒക്കെ അതിലിങ്ങനെ നടക്കുന്നു. അങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിൽ പോയിരുന്നു. അപ്പോൾ വിക്രം വേദയോട് വീണ്ടും ചോദിക്കുക, എന്ത് നേട്ടാ ഞാൻ കാരണം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതെന്ന്. വേദ അന്നേരം ഇങ്ങനെ നോക്കുക കേട്ടോ. രണ്ടുപേരും ഒരു പുതപ്പിൻ്റെ കീഴിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്ന് വിക്രം ബലം പ്രയോഗിച്ച് താലി എൻ്റെ കഴുത്തിൽ കെട്ടിയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ന് വേദ വിക്രത്തോട് ചോദിക്കുക. അപ്പോൾ വിക്രം ഇങ്ങനെ നോക്കുക കേട്ടോ. എൻ്റെ അച്ഛനോ വിവാഹം കഴിക്കാൻ തയ്യാറായി നിന്നിരുന്ന ദർശനോ അറിയാതെ പോയ ഒരു വലിയ ഗൂഢാലോചനയുടെ ഇരയായി പോകില്ലായിരുന്നു ഞാനെന്ന് വേദ എന്നേരം ചോദിക്കുവാണ്. അപ്പോഴും വിക്രത്തിന് മനസ്സിലായില്ല. വിക്രം ഇങ്ങനെ നോക്കുക. രണ്ട് മനുഷ്യരുടെ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിതം എനിക്ക് ഹോമിക്കേണ്ടി വരില്ലായിരുന്നോ എന്ന് വേദ ചോദിച്ചു. അപ്പോൾ എന്നിട്ട് പകരം കിട്ടിയത് നിനക്ക് എന്താ? നല്ലൊരു ജീവിതമായിരുന്നു എന്ന് വിക്രം തിരിച്ചു വേദയോട് ചോദിക്കുന്നു. ജീവനും കയ്യിലെടുത്തുകൊണ്ടുള്ളൊരു ഭാച്ചിലായി പോയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഏത് സമയവും വേട്ടപ്പട്ടികൾ മുന്നിലെത്താമെന്നുള്ളൊരു നിലയിലല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ലേ നമ്മുടെ മുന്നിലുള്ളതെന്ന് ചോദിക്കുമ്പം അങ്ങനെ ഒരുമാതിരി വേട്ടപ്പട്ടികളുടെ മുന്നിലൊന്നും പിടികൊടുക്കുന്ന ആളിൻ്റെ കയ്യിലല്ലല്ലോ ഞാൻ മുറുകി പിടിച്ചിട്ടുള്ളത് എന്ന് വേദ വിക്രത്തോട് അന്നേരം ചോദിക്കാം. വിക്രത്തിനൊരു ചിരി അന്നേരം, ഒരു കള്ളച്ചിരിയും ചിരിച്ചിരിക്കുമ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്, ധൈര്യവും ഉണ്ടെന്ന് വേദ വിക്രത്തോട് പറഞ്ഞു. വിക്രത്തിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ ഇങ്ങനൊരാളേ ആയിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലുമൊക്കെ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു വെറും സാധാരണ പെണ്ണായിരുന്നു ഞാനെന്നും വിദ്യാഭ്യാസവും മികച്ച ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വളരെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ജീവിതത്തെ കണ്ടിരുന്നത്. എനിക്കറിയാത്ത ജീവിതമെല്ലാം വെറും കഥകൾ മാത്രമായിരുന്നു എനിക്കെന്ന് വേദവിക്രത്തോട് പറയുന്നു. 1 വർഷം മുൻപാ ജീവിതത്തിന് മറ്റൊരു മുഖം ഉണ്ടെന്നും ഞാൻ കാണാത്തതും അറിയാത്തതുമായിട്ടുള്ള മനുഷ്യർ ഈ ലോകത്തുണ്ടെന്നും എനിക്ക് ശരിക്കും മനസ്സിലായി തുടങ്ങിയതെന്ന കാര്യം വേദവിക്രത്തോട് പറയുന്നു. ഇതൊക്കെ കേട്ട് വിക്രം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക അവിടെ. അങ്ങനെ അവരവരുടെ രണ്ടുപേരുടെയും സ്വപ്നങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിക്രത്തിൻ്റെ കൂടെയുള്ള ജീവിതം പലതും എന്നെ ഒരുപാട് പഠിപ്പിച്ചു. സാധാരണക്കാരുടെ ജീവിതത്തിൽ പണത്തിന് സ്വാർത്ഥതയ്ക്കൊന്നുമല്ല, മനസ്സുകൊണ്ടാണ് അവർ സ്നേഹം പങ്കുവയ്ക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി എന്ന കാര്യവും പറയുന്നു. അത് ഞാൻ വിക്രത്തിൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് എല്ലാം തിരിച്ചറിഞ്ഞതെന്നും വേദ വിക്രത്തോട് പറയുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ അമ്മയെപ്പോലെ ഉടുത്തൊരുങ്ങി ഒരു വീടിനുള്ളിൽ ഒതുങ്ങിപ്പോകേണ്ട ജീവിതമായിരുന്നു എൻ്റേതും എന്ന് വേദ പറയണം. സ്വന്തമായി തീരുമാനങ്ങളില്ലാതെ മറ്റാരൊക്കെയോ നിശ്ചയിക്കുന്ന രീതിയിൽ പെരുമാറാൻ വിധിക്കപ്പെട്ട
ഒരാളാകുമായിരുന്നില്ലേ ഞാനെന്ന് വേദ വിക്രത്തോട് ചോദിച്ചു. വേദ പറഞ്ഞൊക്കെ കേട്ടോ വിക്രം അന്തം വിട്ടിങ്ങനെ ഇരിക്കുവാണ്. അതിൽ നിന്നെല്ലാം എനിക്ക് മാറ്റം വരുത്തി തന്നതിൻ്റെ വിക്രമല്ലേ എന്ന് ചോദിച്ചു. എൻ്റെ ജീവിതം എന്തായിരിക്കണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ വളർന്നില്ലേ എന്ന് വേദ വിക്രത്തോട് ചോദിക്കുക. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ വിക്രത്തിന് ഭയങ്കര സന്തോഷം. ഞാൻ ധൈര്യമുള്ളൊരു പെണ്ണായി മാറിയില്ലേ എന്ന് വേദ വിക്രത്തോട് ചോദിച്ചു. അങ്ങനെ രണ്ടുപേരും കുറേ നേരം ഇരുന്നിങ്ങനെ സംസാരിച്ചു കേട്ടോ, ആ മഞ്ഞത്തിരുന്നിങ്ങനെ. അപ്പോൾ ആ ധൈര്യം കിട്ടിയത് എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണോ എന്ന് വിക്രം വേദയോട് ചോദിക്കുമ്പം വേദ ഒന്നും മിണ്ടിയില്ല. ധൈര്യമുള്ള ഒരു പെണ്ണല്ലായിരുന്നു എങ്കിൽ ഒരിക്കലും അങ്ങനെ വന്ന് കയറാൻ തോന്നുമായിരുന്നു എന്ന് ചോദിച്ചു. കയറില്ലായിരുന്നല്ലോ എന്ന് വിക്രം വേദയോട് പറയാം. വേദ അതിനൊന്നും മിണ്ടിയില്ല. വന്ന് കയറി ആ ഒരു രാത്രി ആ പെരുമഴയിൽ നനഞ്ഞ് നിന്നുകൊണ്ട് നീ എന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഒന്ന് ഓർത്ത് നോക്കിക്കേ നീ എന്ന് വിക്രം വേദയോട് പറയുമ്പോൾ വേദ ഇങ്ങനെ വിക്രത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുവാണ്. അങ്ങനെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നിട്ട് അന്ന് സംഭവിച്ച കാര്യം പറയുവാണ്. അപ്പോൾ നമ്മൾ ഞാൻ ഇപ്പോൾ വന്നതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇല്ലാണ്ടാവുമെന്നാണോ എന്ന് വേദ വിക്രത്തോട് അന്ന് ചോദിച്ചിരുന്നേ. പിന്നെ അതെ, ജീവിത അവസാനം വരെ അത് നരകം തന്നെ ആയിരിക്കും എന്ന് വേദ പറഞ്ഞപ്പോഴത്തേക്കും വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് അലറി. അപ്പോൾ അതിങ്ങനെ ചിന്തിക്കുക, ധൈര്യമില്ലാതെയാണോ അന്ന് ആ വെല്ലുവിളി നീ എൻ്റെ മുഖത്ത് നോക്കി നടത്തിയത് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ധൈര്യമൊന്നും ആയിരുന്നില്ല, അത് ഒരു വാശി മാത്രമായിരുന്നു അതൊന്ന് വേദ വിക്രത്തോട്. അപ്പം ഞാൻ മുഖേന ഒരു ജീവൻ അപകടത്തിലായേക്കുമോ എന്നുള്ളൊരു ഭയവും എനിക്കുണ്ടായിരുന്നു എന്ന് വേദ വിക്രത്തോട് പറയുക. അപ്പോൾ അതൊക്കെ കേട്ട് വിക്രം ഇങ്ങനെ ഇരിക്കുക. വിക്രത്തിന് അറിയാമോ, എന്നോട് വിക്രമൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറഞ്ഞത് ദൈവം തന്നെ ആയിരുന്നു എന്ന് വേദ വിക്രത്തോട് പറയുന്നു. അങ്ങനെ വേദയും വിക്രവും ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ വേദ ഇങ്ങനെ രാത്രി നടന്നു വരുന്നു. അപ്പോൾ വിക്രത്തിനെ കുറേ പോലീസുകാരിങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നു. അപ്പോൾ വിക്രം തിരിഞ്ഞ് നോക്കിയപ്പോൾ ഇരുട്ടത്ത് വേദ. അപ്പോൾ നിനക്ക് വേണ്ടിയാണ് ഞാൻ മരിക്കുന്നത്, ഇവരൊക്കെ കൂടി നിനക്ക് വേണ്ടിയാ എന്നെ കൊല്ലുന്നത് എന്ന് വിക്രം പറയുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ വേദ ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നു. അപ്പോഴേക്കും മറ്റേ ആ വിക്രം ഇടിച്ച് ചാത്ത് സൂപ്പറാക്കി കളഞ്ഞിട്ടുള്ള ആ പോലീസുകാരൻ വിക്രത്തെ വെടിവെക്കുന്നു. അപ്പോൾ അങ്ങനെ വേദ സ്വപ്നം കണ്ടത് വിക്രം വേദയോട് പറയുക കേട്ടോ, വേദ വിക്രത്തോട് പറയുക കേട്ടോ. അപ്പോൾ അന്ന് ആ ഒരു സ്വപ്നമാണ് എന്നെ കൊണ്ട് ഓരോന്ന് ചിന്തിപ്പിച്ചത്. ആ ഒരു സ്വപ്നം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആ വീട്ടിൽ വന്ന് കയറില്ലായിരുന്നു. ആ സ്വപ്നത്തിൻ്റെ പേരിൽ ഞാൻ ആ വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഞാൻ പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചത് ആരെയാണോ, അയാൾ എന്നെയും ചില പാഠങ്ങൾ പഠിപ്പിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്നും വേദ വിക്രത്തോട് പറയുന്നു. അങ്ങനെ വേദ അതെല്ലാം വിക്രമായിട്ട് ഷെയർ ചെയ്ത് ഇവർ രണ്ടുപേരും കൂടി ആ ഒരു ഇരുട്ടത്ത്, ആ ഒരു മഞ്ഞത്ത്, ആ ഒരു തേയിലത്തോട്ടത്തിലിരിക്കുന്ന സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.